ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. UAEയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. UAEയിലെ ഫുജൈറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAEയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10-ാം വാർഷികത്തിലാണ് ടോലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ C. ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ C. ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് BJP നേതാവ് K. അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7-ന് അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9-ന് പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി BJP സംസ്ഥാന പ്രസിഡന്റ് VP രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA-മാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റു മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട A. നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക, ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements, and we discussed effective implementations of MOUs which have been recently concluded in the fields of digital transformation, cultural exchange, sports and digital payments to ensure tangible outcomes on the ground. IPL ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6ാം സ്ഥാനത്തും ഡൽഹി 7ാം സ്ഥാനത്തുമാണ്. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1ാം സ്ഥാനം സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടു പിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം, വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UAEയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.